students, നമുക്ക് ഇന്ന് C++ ലാംഗ്വേജിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ശ്രീരാജ്, കൊല്ലം ജില്ലയിലെ വിവേകാനന്ദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. ഇതുവരെ നമ്മൾ C++ൽ പഠിച്ചത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് പഠിച്ചു, അറേയ്സ് പഠിച്ചു, ഫങ്ഷൻസ് പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു. വേറൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് സി. സിയിലും കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അറേയ്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, സ്ട്രക്ചേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്. ഈ ഫീച്ചർ സി എന്ന് പറയുന്ന ലാംഗ്വേജിലില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ C++ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. Object-oriented programming concepts. So the first one is data abstraction. Second one is modularity. Third one is encapsulation. Fourth one, polymorphism. Fifth one, inheritance. So these are the important properties of object-oriented programming. The first one, data abstraction, modularity, encapsulation, polymorphism, and inheritance. Let us see one by one. First one is data abstraction. Data abstraction refers to showing only essential features without revealing background details. Let us see an example. നമ്മുടെ സ്കൂളിലൊരു സ്കൂൾ സോഫ്റ്റ്വെയർ ഉണ്ടെന്നിരിക്കുന്നത്. സ്കൂൾ സോഫ്റ്റ്വെയർ. ആ സ്കൂൾ സോഫ്റ്റ്വെയറിലെ ഒരു മൊഡ്യൂളാണ് ടീച്ചർ റിലേറ്റഡ്. മറ്റൊരു മൊഡ്യൂളാണ് സ്റ്റുഡന്റ് റിലേറ്റഡ്. അപ്പൊ ആ സ്കൂൾ സോഫ്റ്റ്വെയറിലെ ടീച്ചർ റിലേറ്റഡ് പ്രോപ്പർട്ടീസ്, സ്റ്റുഡന്റ് റിലേറ്റഡ് ഫങ്ഷൻസ്. ആ സ്റ്റുഡന്റ് റിലേറ്റഡ് പ്രോപ്പർട്ടീസിലെ ഒരു ഫങ്ഷനാണ് ഷോ students. It is a function which shows the details of a particular student. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ കാൾ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ എന്താണ്, ഈ ഫംഗ്ഷനെ ജസ്റ്റ് നമ്മൾ കാൾ ചെയ്യുന്നേ ഉള്ളൂ. ഈ ഫംഗ്ഷന്റെ അൽഗരിതം, ഈ ഫംഗ്ഷനകത്ത് എന്തെല്ലാം ഡേറ്റകൾ
ഡേറ്റയെ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇത്തരം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് കിട്ടും? ആ സ്റ്റുഡൻറ് ഈ ഫംഗ്ഷനെക്കാളും സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് മതി. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. Refers to only showing only essential features without revealing background details. So another example, ഈ സ്റ്റുഡന്റ് ഷോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. മാറ്റം വരുത്തിയാലും നമ്മൾ ഈ ഫംഗ്ഷനെ കാൾ ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരും. സോ ഈ ഫീച്ചറിനെയാണ് എന്ന് പറയുന്നത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇനി ഈ നമ്മൾ ഇനി എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? അപ്പൊ അത് C++ൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്തത് യൂസിങ് ക്ലാസ്. നമ്മൾ പിന്നീട് പഠിക്കും യൂസിങ് ക്ലാസ്. അപ്പൊ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യും. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് മോഡുലാരിറ്റി. Modularity is a concept through which a program is partitioned into modules that can be considered and written on their own with no consideration of any other module. These modules are later linked together to build the complete software. So, the main principle is that ഒരു വലിയ പ്രോഗ്രാമിനെ ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് തിരിക്കും. ആ ഡിഫറെന്റ് മൊഡ്യൂൾസ് 1 by 1 ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാം എഴുതി കമ്പൈൽ ചെയ്ത് ശരിയാക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഈ മൊഡ്യൂളുകളെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് ആ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ. അങ്ങനെയാണ് ഇതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നടക്കുന്നത്. ഒരു വലിയ സോഫ്റ്റ്വെയറിനെ പല പല മൊഡ്യൂളുകളായിട്ട് പല ടീമുകളായിട്ട് തിരിഞ്ഞ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് അവസാനം ഇതിനെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ നമ്മുടെ സ്കൂളിന്റെ ഒരു സ്റ്റുഡന്റ് സോഫ്റ്റ്വെയർ ഉണ്ടെന്നിരിക്കട്ടെ. സ്റ്റുഡന്റ് സോഫ്റ്റ്വെയർ, ആ സ്റ്റുഡന്റ് സോഫ്റ്റ്വെയറിൽ ഒരു മൊഡ്യൂളാണ് മാർക്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ. Another module is extracurricular activity. Extracurricular activity. സോ ആ സ്റ്റുഡന്റ് സോഫ്റ്റ്വെയറിലെ ഒരു മൊഡ്യൂളാണ് മാർക്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ, മറ്റൊരു മൊഡ്യൂളാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു മൊഡ്യൂൾ. അപ്പോൾ ഈ രണ്ട് മൊഡ്യൂൾ സെപ്പറേറ്റ് മൊഡ്യൂളാണ്. ഈ സെപ്പറേറ്റ് മൊഡ്യൂളിനെ നമുക്ക് സെപ്പറേറ്റ് പ്രോഗ്രാം ചെയ്ത് ലിങ്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്തെടുക്കാം, ഇതും കറക്റ്റ് ചെയ്തെടുക്കാം. ഫൈനലി ഈ രണ്ട് മൊഡ്യൂളിനെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ഫൈനൽ സോഫ്റ്റ്വെയർ. സോ ഈ ഒരു കൺസെപ്റ്റാണ് എന്ത് മോഡുലാരിറ്റി. ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് C++ലെ ക്ലാസ് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റ് ഉപയോഗിച്ചിട്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും എന്താണ് ക്ലാസ്. Third property is encapsulation. Encapsulation refers to binding data and functions together into a single unit. ഡേറ്റയും ആ ഡേറ്റയെ പ്രോസസ് ചെയ്യുന്ന ഫങ്ഷൻസിനെ കൂടെ ബൈൻഡ് ചെയ്ത് ഒരൊറ്റ യൂണിറ്റ് ആക്കുന്ന പ്രോപ്പർട്ടിയാണ് അത് എൻകാപ്സുലേഷൻ. നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ടാബ്ലറ്റും ഉണ്ട്, ക്യാപ്സ്യൂളും ഉണ്ട്. ക്യാപ്സ്യൂൾ നമുക്കറിയാം, അതിനകത്ത് മരുന്ന് വെച്ചിട്ട് നമ്മളതിനെ റാപ്പ് ചെയ്യുക, പൊതിഞ്ഞു വെക്കുക. അപ്പൊ അതേ ഒരു കൺസെപ്റ്റ് ആണ് എൻകാപ്സുലേഷൻ. റിഫേഴ്സ് ടു ബൈൻഡിങ് ഡാറ്റ ആൻഡ് ഫങ്ഷൻ ടുഗദർ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. The main advantage of encapsulation is that data hiding. അപ്പോൾ ഡേറ്റ ഹൈഡിങ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പൊ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലെ
ഏറ്റവും റെലവൻ്റ് ആയ പോയിന്റ്, the more importance given to data rather than procedure. ഇപ്പോൾ ഡേറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, പ്രൊസീജിയർ ലെസ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഡേറ്റയെ നമുക്ക് ഹൈഡ് ചെയ്യണം. അപ്പോൾ ആ ഡേറ്റയെ ഹൈഡ് ചെയ്യാനുള്ള ഒരു മാർഗമാണെന്ത്, എൻക്യാപ്സുലേഷൻ. ഇത് നമ്മൾ വീണ്ടും നമ്മൾ ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. So the fourth property is polymorphism. Polymorphism is the ability for a message or function behaves differently depending upon the data passed to it. അപ്പോൾ ഒരു മെസ്സേജ് ഒരു ഫങ്ഷൻ വ്യത്യസ്തമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്? ആ മെസ്സേജ് ഒരു ഫങ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണാം. ടെൻ പ്ലസ് 15 which is equal to 25. Good plus morning. See the example. So a message or function, that is here the plus. The first case, this plus, the ആ പ്ലസിലേക്ക് പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡേറ്റ 10 ഉം 15 ആണ്. These are numbers. ഇതിനെ സിംപ്ലി ആഡ് ചെയ്തിട്ട് the output is 25. In the second case, ഇതൊരു സ്ട്രിങ് ആണ്, വേറൊരു സ്ട്രിങ്. ഇതേ പ്ലസ് ഇവിടെ ആഡ് ചെയ്യല്ല, കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് എന്താകുന്നു, ഗുഡ് മോർണിംഗ് ആയി. അതാണ് എൻ്റെ ബ്യൂട്ടി. സോ ദ സെയിം തിങ് act differently depending upon the data passed to it. In the first case, two numbers, that is addition. In the second case, two string, here concatenation. The same thing, the plus, here the plus. So this property is known as polymorphism. One thing act differently, or a message or function behaves differently depending upon the data passed through. Okay. The fifth one is inheritance. Inheritance is the technique of building new classes, which is called a derived class, from an existing class, which is called a base class, so that the derived class acquire the properties and functionalities of the base class. അപ്പം ഒരു ക്ലാസ്സിൽ നിന്നും, ദാറ്റ് ഈസ് ദ ബേസ് ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ഡിറൈവ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ആ ബേസ് ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും എങ്ങോട്ട് അക്വയർ ചെയ്തും അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അക്വയർ ചെയ്യും. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് inheritance. The most important advantage of inheritance is the code reusability. The most important advantage is code reusability. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഈ കോഡ് റീയൂസബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊരു ബേസ് ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ആ ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫങ്ഷനായിട്ട് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഹെറിറ്റ് ചെയ്യും. അപ്പം ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം വരികയും ചെയ്യും. ഡിറൈവ്ഡ് ക്ലാസ്സിന് അതിൻ്റെതായ പ്രോപ്പർട്ടീസ് വരും. അപ്പം അതാണ് നമ്മൾ ഈ കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോഡ് റീയൂസബിലിറ്റി.
ഈ 5 പ്രോപ്പർട്ടീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമുക്ക് പ്രധാനമായി ആവശ്യമുള്ള ഒന്നാണ് ക്ലാസ്. So the very important feature is class. So what is a class? A class is a construct in C++ which is used to bind data and functions together into a single. നമുക്കറിയാം bind data and function together into a single unit is called encapsulation. So encapsulation ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? ക്ലാസ് വേണം. ഡേറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ടുവരുന്നതിന് ക്ലാസ് വേണം. മോഡുലാരിറ്റി വേണമെങ്കിൽ ക്ലാസ് വേണം. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഈസ് എ കൺസ്ട്രക്ട് ഇൻ C++ which is used to bind data and function together into a single unit. So the construct means it's a tool. Simply we can say that a class is a derived data type in C++. Class is a derived data type in C++. C++ ഒരു derived data type ആണ് class. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ക്ലാസ് ഡിക്ലറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലാസ് ഡിക്ലറേഷൻ. In class declaration, start with the keyword class, then class name, open bracket, another keyword private, നമ്മൾ പിന്നീട് എന്താണെന്ന് കാണിക്കും. അവിടെ data members, member functions, protected semicolon, again data members, member functions, public semicolon, data members, member functions. Close brace semicolon. So this is the class declaration, the general syntax for class declaration. Start with the keyword class, then class name, open brace, private colon, data members member functions, protected colon, data members member functions, public colon, data members member. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിലെ 2 തരം മെമ്പേഴ്സ് ആണ്. ഒന്ന് ഡേറ്റാ മെമ്പേഴ്സും മറ്റൊന്ന് മെമ്പർ ഫങ്ഷൻസ്. അപ്പൊ ഈ ഡേറ്റാ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷനെയും 3 കീവേഡുകളുടെ അണ്ടറിലാണ് എഴുതുന്നത്. പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. പിന്നീട് നമ്മൾ പഠിക്കുക എന്താണ് ഈ കീവേഡുകളുടെ പ്രാധാന്യം. ഈ കീവേഡുകളെ നമ്മൾ അറിയപ്പെടുന്നത് ആക്സസ് സ്പെസിഫയേഴ്സ്. ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ ആക്സസ് ലേബൽ. നമുക്ക് 3 എണ്ണം ഉണ്ട്. പ്രൈവറ്റ്, 2 പ്രൊട്ടക്റ്റഡ്, 3 പബ്ലിക്. So these are all the access specifiers. ഇതെല്ലാം കീവേഡുകളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കീവേഡുകളും എങ്ങനെയായിരിക്കണം? സ്മാൾ ലെറ്റേഴ്സ് ആയിരിക്കണം. അപ്പൊ എന്താണ് പ്രൈവറ്റ്? The private members are not available outside the class. എന്ന് വെച്ചാൽ ഈ ക്ലാസിന്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ബ്രാക്കറ്റ് മുതൽ ഈ ക്ലോസ് ബ്രാക്കറ്റ് വരെയാണ് ഇൻസൈഡ് ദ ക്ലാസ്. സോ പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ
ആ മെമ്പേഴ്സിന് ഈ ക്ലാസ്സിനകത്ത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം പ്രൈവറ്റ് മെമ്പേഴ്സ് ആർ ദീസ് മെമ്പേഴ്സ് ആർ not available outside the class. അപ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സിന് നമുക്ക് ക്ലാസിന്റെ വെളിയിൽ അവൈലബിൾ. ആ പ്രൈവറ്റ് മെമ്പേഴ്സിന് ഈ ക്ലാസ്സിലെ മെമ്പേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇനി എന്താണ് പ്രൊട്ടക്റ്റഡ്? പ്രൊട്ടക്റ്റഡ് ഈ സെയിം ആസ് ദാറ്റ് ഓഫ് പ്രൈവറ്റ്, സെയിം ആസ് പ്രൈവറ്റ്. ബട്ട് അതിന് കൂടുതൽ മീനിങ് വരുന്നത് നമ്മൾ ഈ അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോഴാണ് ഈ പ്രൊട്ടക്റ്റഡിന് കൂടുതൽ മീനിങ് വരുന്നത്. കാരണം ഇൻഹെറിറ്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിറൈവ്ഡ് ക്ലാസ് ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും അക്വയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അക്വയർ ചെയ്യുന്നതിന് നമ്മൾ അക്വയർ ചെയ്യണമെങ്കിൽ ആ ഡേറ്റാ മെമ്പേഴ്സ് മെമ്പർ ഫങ്ഷൻസിനെ പ്രൊട്ടക്റ്റ് ഉൾപ്പെടുത്തിയെങ്കിലും പറ്റും. അപ്പൊ അതാണ് സോ ദ ആക്സസ് സ്പെസിഫയർ പ്രൊട്ടക്റ്റഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് പ്രൈവറ്റ്. ഇതിന് കൂടുതൽ മീനിങ് വരുന്ന എവിടെയാണ്? ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോഴാണ്. നമ്മൾ അവിടെ കാണും ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോഴേ ഉള്ളൂ ഈ പ്രൊട്ടക്റ്റഡിന് മീനിങ് ഉള്ളൂ. സോ പബ്ലിക്, സോ ദ പബ്ലിക് മെമ്പേഴ്സ് ആർ അവൈലബിൾ. These members are available outside the class. So ആ മൂന്ന് ആക്സസ് സ്പെസിഫയർ നമ്മൾ കണ്ടു: പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. ഇനി നമ്മളൊരു ക്ലാസ് എഴുതുമ്പം ഈ എല്ലാ സ്പെസിഫയറും വേണോ നിർബന്ധമില്ല. വേണേ പ്രൈവറ്റ് എന്ന് എഴുതാം. നോർമലി നമ്മൾ എഴുതുമ്പോൾ ഒരു പ്രൈവറ്റും പബ്ലിക്കും ഈ രണ്ട് ആക്സസ് സ്പെസിഫയർ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. ഈ പ്രൊട്ടക്റ്റഡ് എഴുതുന്നപ്പോഴാണ് നമ്മൾ ഇൻഹെറിറ്റൻസിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ പ്രൊട്ടക്റ്റഡ് എഴുതത്തുള്ളൂ. പക്ഷെ നോർമലി നമ്മൾ പല പ്രോഗ്രാം എഴുതുമ്പോഴും നമ്മൾ പ്രൈവറ്റ് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ ഉപയോഗിക്കും, പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ ഉപയോഗിക്കും. ഇനി ഇവിടെ നമുക്കൊരു നോട്ടായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഡീഫാൾട്ട് ആക്സസ് സ്പെസിഫയർ. Default access specifier is private. So default access specifier is private. What do you mean by default? If you are not specifying any access specifier, then that members are become private. അതിനെയാണ് നമ്മൾ ഈ default access specifier എന്ന് പറയും. Now we are going to see object. An instance of a class is called object. ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിന്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇനി ഒരു പ്രോഗ്രാം എഴുതുമ്പോഴത്തേക്കാണ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും.